ഫ്ലിപ്കാർട്ടിൽ ഇന്ന് രാത്രി 12 മണി മുതൽ സാസാലയിലെ ഓഫർ സെയിൽ ലൈവ് ആവുകയാണ് പ്ലസ് മെമ്പേഴ്സിനും ബ്ലാക്ക് മെമ്പേഴ്സിനും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാസാലയിലെ ഓഫർ സെയിലിൽ നമ്മളൊരു ഇയർബഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് അകത്ത് വന്നാലായിരിക്കും നമുക്ക് വർത്ത് ബൈങ് ആകുക, അല്ലെങ്കിൽ അത് മേടിച്ചാൽ നമുക്ക് ഉപയോഗമുണ്ടോ, എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ 1000 രൂപ ആയിക്കോട്ടെ, 1500 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 2500 ആയിക്കോട്ടെ, 3000 ആയിക്കോട്ടെ, എത്രയായാലും ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് വളരെ ലാഭകരമായിട്ടാണോ ഇനി അതെല്ലാം നഷ്ടമാണോ എല്ലാം തന്നെ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാൻ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഉണ്ട്, ഇയർബഡ്സുകളുണ്ട്, കൂടാതെ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ റിയൽമി ബഡ്സ് T110 1299 രൂപയാണ് ഇപ്പോൾ. പക്ഷേ ഇത് ഓഫർ സമയങ്ങളിൽ 999, 1099 എത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു 1000 രൂപയ്ക്കുള്ളിൽ വരുന്നെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ തന്നെ T200 ലൈറ്റ് ഉണ്ടോ, ഇതിന് 1499 ആണെങ്കിലും ഇത് ഓഫർ സമയങ്ങളിൽ 1199, 1299 എത്താൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും T110 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനേക്കാളും ഏറ്റവും നല്ലത് T200 ലൈറ്റ് ആണ്. കാരണം അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ 48 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഉണ്ട്. 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡാണ്. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. മറ്റടുത്ത് നോക്കുകയാണെങ്കിൽ 88 ms ആണ്. സോ അതേപോലെ തന്നെ 38 hours ഒക്കെയാണ് പ്ലേ ടൈം. എന്തായാലും ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും. സോ T200 ലൈറ്റ് ആണ് ഒരു 100 രൂപ കൂടി കൂടിയാൽ പോലും ഏറ്റവും നല്ലത്. എന്നാൽ 1000 രൂപയ്ക്കുള്ളിൽ ആ ഒരു T110 മേടിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് T200X. ഇതിനകത്ത് ആക്ച്വലി എടുത്ത് പറയേണ്ടതായിട്ട് ഒന്നുമില്ല നമ്മുടെ T200 ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ പറയാൻ പറ്റുന്നത് 25 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 25 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മേടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് T200 ലൈറ്റ് തന്നെയാണ്. ഇതിപ്പോൾ 1599 ആണെങ്കിലും ഒരു 1299 എത്താൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ 1500 ബജറ്റാണ് നിങ്ങൾ നോക്കുന്നത്, ഒരു 1500 വരെ പോകുന്നതിലും വലിയ പ്രശ്നമില്ല. നോർമലി ഈ 1500 ബജറ്റ് ആണെങ്കിൽ പോലും പലരും ഇങ്ങനെ എന്താ പറയുക 1100 കിട്ടിയാലും കുഴപ്പമില്ല, 1200 കിട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ 1500 ബജറ്റിൽ 1500 വരെ ആ ഒരു മാക്സിമം ആ ഒരു ബജറ്റിലേക്ക് ആ ഒരു മാക്സിമം ലിമിറ്റിലേക്ക് പോകുന്നതിലും വലിയ പ്രശ്നമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു 1299 എത്തുവാണെങ്കിലും മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കൂടാതെ റിയൽമി ബഡ്സ് T310 ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു ബഡ് നോക്കുന്നെങ്കിൽ ഇപ്പോൾ 2278 ആണെങ്കിലും 1699, 1799 ഈ പ്രൈസ് റേഞ്ചിലായിരിക്കും മിക്കവാറും ഇത് ഓഫറിലെത്തുക. അതിൽ കൂടുതൽ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു വർത്ത് ബൈങ് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാസാലയിലെ ഓഫർ സെയിലിൽ അതൊരു വലിയ ഓഫറായിട്ട് നമുക്ക് കൂട്ടാനും പറ്റത്തില്ല. എന്തായാലും 1699, 1799 ഒരു കുഴപ്പമില്ല മേടിക്കുന്നതിൽ. 46 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അതുപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ, 40 hours ടോട്ടൽ പ്ലേ ടൈം, 12.4 mm ഡ്രൈവേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട കുറച്ച് സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ ഇല്ല എന്നുള്ളൊരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. എന്തായാലും ഉറപ്പായിട്ടും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. 1699, 1799 എത്തുന്നെങ്കിൽ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള T500 Pro 2799 എന്നുള്ളത് നോർമൽ റേറ്റ് ആണ്. പക്ഷേ ഇവിടെ ഏർലി ബേർഡ് ഡീൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഏർലി ബേർഡ് ഡീൽ ആണെന്നുള്ളത്. 2599 എന്നുള്ളൊരു ഓഫർ റേറ്റിൽ എത്തണം ഇത്. ഇനി അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2799 മേടിച്ചോളൂ. കാരണം മിക്കവാറും അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് 2999 എത്താൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഓഫർ കഴിഞ്ഞിട്ട് കേട്ടാ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ Air 7 ആണ്. 3299 രൂപയാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇത് ഉറപ്പായിട്ടും 2999 എത്താൻ ചാൻസ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് റിയൽമി ബഡ്സ് T200 500 Pro മേടിക്കണോ അതല്ല ബഡ്സ് Air 7 മേടിക്കണോ എന്നുള്ളത്. ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ആകെ എടുത്തു പറയേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റതിനകത്ത് ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. കാരണം ബ്ലൂടൂത്ത് വെർഷൻ 6.0 ആണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ LSTC കോഡക്കാണ്. പിന്നെ ഇവിടെ 52 dB ആണ്. അവിടെ 50 dB ഫ്ലാഗ്ഷിപ്പ് നോയ്സ് ക്യാൻസലേഷൻ ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 52 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്താ പറയുക ആ ഒരു ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി എന്നുള്ള സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് Air 7 നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതല്ല 2799 T500 Proയും നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു
കുറച്ചുകൂടി മൈ ക്വാളിറ്റി ബെറ്റർ ഇയർ 7-ലാണോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല കേട്ടോ. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് റിയൽമി ബഡ്സ് ക്ലിപ്പ്, ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. 5599 രൂപ എന്ന് പറയുന്നത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോ എന്നുള്ളൊരു ചെറിയ സംശയമില്ല, അതില്ല. എന്തായാലും നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്താ പറയുക വീഡിയോയുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും. പൊതുവേ ഈ ഒരു OWSൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടൊരു ഔട്ട്പുട്ട് അല്ല. അത് എക്സ്പെക്ട് ചെയ്തിട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഇതിൻ്റെ ഒരു രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അതായത് നമ്മുടെ പുറമേ ഉള്ള സൗണ്ട് കേട്ടുകൊണ്ടുള്ളൊരു ഔട്ട്പുട്ട് നല്ല രസമാണ് അതും കേൾക്കാനായിട്ട്. എന്തായാലും ഇത് മാത്രമല്ല കുറേ അധികം മോഡൽസ് ആക്ച്വലി റിയൽമിയിലുണ്ട്, പക്ഷേ വേറെ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ നടത്തില്ല. ഇനി നമ്മുടെ ബോട്ടിലേക്ക് ഇടണമെങ്കിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിർവാണ ക്രൗൺ 3.9 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. 2699 രൂപ കൊടുക്കുകയും വേണം. അത് പുതിയ പ്രോഡക്റ്റാണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ പറയാനും പറ്റത്തില്ല. കൂടാതെ 131 Gen 2 999 രൂപയൊക്കെ ഇപ്പോൾ കാണുന്നത്. എന്നാൽ അതൊരു 799 899 നല്ലൊരു ഡീൽ എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ AirDops 71 അതും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. 3.9 സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. 799 രൂപയ്ക്കായിരിക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ AirDops ആൽഫ 899 മേടിക്കാൻ സാധിക്കും. ഇതിൽ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ, അതേപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ്. എല്ലാവർക്കും ആ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മേടിച്ചില്ല എന്തായാലും ആ ഒരു പ്രശ്നമില്ലായിരുന്നു. വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ആക്ച്വലി നമ്മുടെ ചെവിയുടെ ഡിപ്പെൻസ്, നമ്മുടെ ആ ഒരു ചെവിയുടെ സൈസിനനുസരിച്ചിട്ടാണ്. പിന്നെ ഇത് ഹാഫ് ഇന്നർ TWS ആണ്, അതായത് ഇതിനകത്ത് ടിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഒരു പെയിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഇവരുടെ AirDops സുപ്രീം. സ്പെക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ അടിപൊളിയിൽ എന്ന് പറഞ്ഞത്. അതായത് ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതമുണ്ട്. എന്നാൽ ഇതും പലരും പറയാറുള്ളതെന്ന് വെച്ചാൽ വെയറിംഗ് കംഫർട്ട് ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു ബസ്സിങ് സൗണ്ട് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചപ്പോഴും ആ ഒരു ബസ്സിങ് സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വെയറിംഗ് കംഫർട്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാൽ സ്പെക്കോ നോക്കുമ്പോഴത്തേക്ക് 1000 രൂപയ്ക്കുള്ളിൽ ഇന്നിയർ ഡിറ്റക്ഷൻ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ. ഇപ്പോൾ 1399 കാണാൻ സാധിക്കുന്നെങ്കിലും മിക്കവാറും ഇത് എത്തുന്നത് 999 അല്ലെങ്കിൽ 1099 എന്നുള്ളൊരു ഓഫർ റേറ്റിലായിരിക്കും. ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഡീൽ തന്നെയാണ്. കൂടാതെ AirDops പ്രൈം 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 1199 രൂപ മാത്രമേ ഉള്ളൂ. ഞാനിത് എന്തായാലും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, മൾട്ടി പോയിന്റ് കണക്ടിവിറ്റിയാണ്, അതേപോലെ തന്നെ 12mm ഡ്രൈവേഴ്സാണ്. സോ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. കൂടാതെ ഹിയറബിൾ ആപ്പിൽ സപ്പോർട്ട് ആവും, അതുപോലെ തന്നെ പ്രീസെറ്റ് EQs ഉണ്ട്, നമുക്ക് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. 60ms ലോ ലേറ്റൻസി മോഡുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 6.0 ആണ്. IPX5 സ്പ്ലാഷ് ആൻഡ് സെറ്റ് റെസിസ്റ്റൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പെക്ക് വെച്ച് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു 1199 ആണെങ്കിൽ പോലും നല്ലൊരു ഡീലാണ്. മിക്കവാറും ഇത് 1099 അല്ലെങ്കിൽ 1199 എന്നുള്ള റേറ്റ് തന്നെ നിൽക്കാനും ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നിർവാണ അയോൺ ANC 1999 ഇപ്പോഴേ കാണിക്കുന്നുണ്ട്. ഇത് നോർമലി 2499 കാണുന്നത്. 2 ദിവസം മുന്നേയും ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഒരു എന്താ പറയുക ഒരു 1799 എത്തുന്നുണ്ടെങ്കിൽ നല്ല ഡീലാണ്. കാരണം ഇതിലത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, LDAC കോഡൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ 120 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഒക്കെ കിട്ടും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെയാണ്. എന്തായാലും ബേസ് ലവറാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ പ്രോഡക്റ്റുകൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 899 ബോട്ട് AirDops 141 Gen 2 ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 799 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിൽ എത്താൻ ചാൻസ് ഉണ്ട്. ഇത് ഓഫർ സമയത്ത് ഉറപ്പായിട്ടും 799 നല്ലൊരു ഡീലാണ്. ഞാൻ ഓൾറെഡി ഇത് എന്താ പറയുക നമ്മുടെ ചാനലിൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷ്ഡ് കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആയി പോകും കേട്ടോ. എന്തായാലും നിർവാണ അയോൺ അതുപോലെ തന്നെ അയോൺ ANC എന്ന് പറയുന്ന 2 പ്രോഡക്റ്റുകളുണ്ട്. അതൊന്നും ഇങ്ങോട്ട് ഇവിടെ കാണുന്നില്ല. മിക്കവാറും ഇപ്പോൾ കറണ്ട്ലി അൺഅവൈലബിൾ ആയിരിക്കും. പല പ്രോഡക്റ്റിലും കണ്ടോ കറണ്ട്ലി അൺഅവൈലബിൾ ആണ്. ഇത് കിടക്കുന്ന നിർവാണ അയോൺ 1699 കാണുന്നത്, പക്ഷേ 1499 അല്ലെങ്കിൽ 1299 എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂടാതെ ആ ഒരു AirDops 800 അത് നല്ല പ്രോഡക്റ്റാണ്. 1699 രൂപയ്ക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിലും എടുത്തു പറയേണ്ടത് നമ്മുടെ ആ ഒരു ഡോൾബി അറ്റ്മോസ് ഫീലോട് കൂടിയിട്ടൊക്കെ പാട്ട് കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും 800 നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു 800 നമുക്ക് കാണാൻ സാധിക്കും. അതിന് പക്ഷേ 1499 രൂപ മാത്രമേ ഉള്ളൂ. LDAC കോഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡോൾബി അറ്റ്മോസ് ഇല്ല. ഈ ഡോൾബി അറ്റ്മോസിൽ എന്തായാലും LDAC കോഡൊക്കെ ഇല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 പ്രോഡക്റ്റുകളും നല്ലതാണ്. ഈ 1499 എന്നുള്ള പ്രോഡക്റ്റ് ഒരു 1299 എത്തുവാണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ഗോ ബോൾട്ടിലേക്ക്
പ്രൈസിലേക്ക് വരുവാണെങ്കിൽ Z40 പഴയ പ്രോഡക്റ്റാണ്. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 999 അല്ല, ഒരു 799 എത്തുന്നെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. അതേപോലെ തന്നെ മസ്താങ് ടോർക്ക് ഒരിക്കലും 1799 മേടിച്ചിട്ട് അത് വർത്ത് ബൈങ് എന്ന് ഞാൻ പറയൂല. ഒരു 1199, 1299 ആ ഒരു പ്രൈസ് റേഞ്ചിൽ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ടെനറ്റ് 1299 എത്തിയിട്ടുണ്ട്. ഞാൻ മേടിച്ചത് 1499 എന്നാൽ 1499 ഒരിക്കലും ഈ ഒരു ടെനറ്റ് വേർത്ത് അല്ല. 1299 പോലും ഈ ഒരു പ്രോഡക്റ്റ് വേർത്ത് ആണോ എന്നുള്ളത് എനിക്ക് ചെറിയ സംശയമുണ്ട്. 1000 രൂപയ്ക്കുള്ളിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കൂടാതെ C60 899 മേടിക്കാൻ സാധിക്കും. ഇതൊക്കെ നോർമൽ ഇത് തന്നെയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ ടോർക്ക് ഉണ്ടല്ലോ, ഈ മസ്താങ് എഡിഷൻ എല്ലാം തന്നെ ആ ഒരു ഡിസൈന് വേണ്ടി മാത്രമാണ് അവർ പൈസ കൂടുതൽ വാങ്ങിക്കുന്നത്. അല്ലാണ്ട് അതിലൊന്നും ഭയങ്കര സംഭവം ഒന്നും പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ബഡുകളൊന്നും ഞാൻ കൂടുതൽ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം എന്നുള്ള ആ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കാം എന്നേ ഞാൻ പറയത്തുള്ളൂ. കൂടാതെ C40 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ രാവൺ 1299 മേടിക്കാൻ സാധിക്കും. മിക്കവാറും ഇതും അങ്ങോട്ട് വില കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ബോൾട്ടിൻ്റെ C40 V2 Y1 V2 ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. എന്താണ് അത് സംഭവിച്ചെന്ന് അറിയത്തില്ല. പല പ്രോഡക്റ്റുകളും ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ മിസ്സിംഗ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഓഫർ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എന്താ പറയുക, നോയ്സ് ബഡ്സ് പ്ലേ ബ്ലൂടൂത്ത് വെർഷൻ 6.0, അതുപോലെ തന്നെ 13mm ഡ്രൈവർ, 40 hours ടോട്ടൽ പ്ലേ ടൈമേക്കാണ് ഇതിലെടുത്ത് പറയുന്നത്. 1799. എനിക്ക് തോന്നുന്നു ഈ പ്ലേ ഒരു 999 എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ആ ഒരു റേറ്റ് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അതേപോലെ തന്നെ LDAC കോഡൊക്കെയുള്ള നോയ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത്, നോയ്സ് ബഡ്സ് വെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ 1299 രൂപ കാണാൻ സാധിക്കുന്നത്. പക്ഷേ 3.9 സ്റ്റാർ റേറ്റിംഗ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ക്വാഡ് മൈക്ക് ഉണ്ട്. 40 hours ടോട്ടൽ പ്ലേ ടൈമേക്കാണ് ഇതിൽ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. കൂടാതെ പോപ്പ് ബഡ്സ് 999, അതും 3.9 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. നോയ്സിൻ്റെ പൊതുവെ എല്ലാം ഇതേപോലെ 3.9 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നോയ്സ് ബഡ്സ് MVP 102 1399 സത്യം പറഞ്ഞാൽ അത് ഭാഗത്തല്ല, പക്ഷേ നല്ല പ്രോഡക്റ്റാണ്. ഓൾറെഡി ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്താ പറയുക, ഒരു 1000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു നോയ്സ് ബഡ്സ് MVP 102. കൂടാതെ ബോസുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ മാസ്റ്റർ ബഡ്സ് 2. 8999 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മിക്കവാറും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൽ വലിയ വ്യത്യാസമൊന്നും എന്തായാലും ഓഫർ സമയത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി OnePlusലേക്ക് വരുവാണെങ്കിൽ OnePlus Nord Buds 3R 1799 രൂപയായിരുന്നു കുറേ നാൾ ഇതിൻ്റെ നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്കത് 1999 മേടിക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ് ആക്ച്വലി. OnePlusൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ബഡാണ് ആക്ച്വലി Nord Buds 3R എന്ന് പറയുന്നത്. പക്ഷേ നല്ല മ്യൂസിക് ക്വാളിറ്റിയും പഞ്ചി ആയിട്ടുള്ള ബേസൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. ഇനി OnePlusൻ്റെ Nord Buds 3 Pro 3005 രൂപയാണ്. ഇതുമൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് വില കുറയേണ്ട സമയം കഴിഞ്ഞു. ഒരു 2499 അല്ലെങ്കിൽ 1999 എത്തുന്നെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. എന്തായാലും നോട്ട് ബഡ്സ് 3 ഉറപ്പായിട്ടും വില കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2499 ഇപ്പോൾ നോർമൽ റേറ്റ്, പക്ഷേ 1099 എത്താൻ ചാൻസ് ഉണ്ട്. കൂടാതെ OnePlusൻ്റെ ബഡ്സ് 3 4999 ആയിരുന്നു നോർമൽ റേറ്റ്. പക്ഷേ ഈ ഒരു ബഡ്സ് 4 ഇറങ്ങിയതിന് ശേഷം ബഡ്സ് 3ൻ്റെ വില എന്ന് പറയുന്നത് 4199 ആണ്. ഇതൊരു 3999 മിക്കവാറും എത്തും അല്ലെങ്കിൽ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂടാതെ OnePlus ബഡ്സ് 4 5504 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 5999 നോർമൽ റേറ്റ്. മിക്കവാറും ഇതൊക്കെ ഇനി അങ്ങോട്ട് കാശ് കുറയുമോ എന്നുള്ളത് ചെറിയൊരു സംശയമാണ്. ഇനി ഓപ്പോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഓപ്പോ എൻകോ ബഡ്സ് 3 Pro ഏർലി ബേർഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു 1699 ബഡ്സ് 3 Pro കാണുന്നത്. പക്ഷേ 1500 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് എത്തും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഡീലാണ് ആക്ച്വലി ഓപ്പോ എൻകോ ബഡ്സ് 3 Pro എന്ന് പറയുന്നത്. കൂടാതെ 3 Pro പ്ലസിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2999, ഇതും ഒരു 2499 എത്താൻ ചാൻസ് ഉണ്ട്. ഓപ്പോ പിന്നെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. നമ്മൾ ഏത് മേടിച്ചാലും അതിനൊരു എന്താ പറയുക, നമുക്കൊരു വർത്ത് ബൈങ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. ഓപ്പോയുടെ പ്രത്യേകതയാണ് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ്. കൂടാതെ CMFലേക്ക് വരുവാണെങ്കിൽ CMF ബൈ നത്തിങ് ബഡ്സ് 2 എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. 2499 2299 എത്തുവാണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കൂടാതെ ബഡ്സ് 2 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 2599. സത്യം പറഞ്ഞാൽ ഇത് ഇറങ്ങിയ സമയത്ത് 3199 ആയിരുന്നു. ഈ ഒരു 2599 എന്നുള്ളൊരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് എന്താണ് വന്നത്. പക്ഷേ ഇപ്പോൾ അത് എപ്പോൾ നോക്കിയാലും 2599 രൂപ തന്നെയാണ്. കാരണം എല്ലാവരും ഈ 2+ മേടിക്കുന്നതിന് പകരം ബഡ്സ് 2 ആണ് മേടിക്കുന്നത്. കൂടാതെ CMF ബൈ നത്തിങ് ബഡ്സ് 2A 1999 ഇപ്പോൾ കാണുന്നത്. 1799 1699 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇത് എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തുവാണെങ്കിൽ മാത്രം ഇതങ്ങോട്ട് മേടിച്ചാൽ മതി. അതേപോലെ തന്നെ നത്തിങ് ബഡ്സ് പ്രോ
ഒരു മൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉറപ്പായിട്ടും നത്തിങ് ബഡ്സ് പ്രോ നല്ലൊരു ഡീലാണ്. 2799 ഇപ്പോൾ ഇതിൻ്റെ വില കാണുന്നത്. എന്നാൽ 2499 എത്തുവാണെങ്കിൽ അതങ്ങോട്ട് മേടിച്ചാൽ മതി. നോർമൽ റേറ്റ് പണ്ട് ഇതിൻ്റെ വില 2499 ആയിരുന്നു. എന്നാൽ നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് ഇറങ്ങിയല്ലോ, അത് ഇറങ്ങിയ ശേഷമാണ് ഇത് 2999 മാറിയത്. പക്ഷേ 2999 ഒരിക്കലും ഇത് വേർത്തല്ല. എന്നാൽ 2499 നല്ലൊരു ഡീലാണ്. മൈ ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയായിട്ട് ഇതിന് കിട്ടും കേട്ടോ. കൂടുതൽ ട്രൂക്കിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് കുറേയധികം പ്രോഡക്റ്റുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റൽ ബേസ് ആണ് കേട്ടോ. അതിവിടെ കാണുന്നില്ല. എന്തായാലും ക്രിസ്റ്റൽ ബേസ് 799 എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തുന്നെങ്കിൽ മാത്രം അത് അടക്കുന്ന 799 ആണ് ഇപ്പോൾ ആക്ച്വലി ഈ ഒരു നോർമൽ റേറ്റ്. ഞാൻ മേടിച്ചതും 799 രൂപയ്ക്ക് തന്നെയാണ്. ഒരു 699 രൂപയ്ക്ക് എത്തുന്നെങ്കിൽ അപ്പോൾ നല്ലൊരു ഡീലായിരിക്കും. ഇല്ലെങ്കിൽ നോർമൽ നമ്മുടെ ആ ഒരു റേറ്റ് തന്നെയാണ്. എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ T110 വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല ഡീലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് എയർഡോപ്സ് 141 Gen 2 നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ ബോൾട്ടിൻ്റെ C40 വേർഷൻ 2.0യും ആ ഒരു 1000 രൂപയ്ക്കുള്ളിൽ മേടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി 1500 വരുവാണെങ്കിൽ റിയൽമി ബഡ്സ് T200 ലൈറ്റ്, T200X, ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ, ഇനി അതല്ല നമ്മുടെ OnePlusൻ്റെ നോട്ട് ബഡ്സ് 2R ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്താൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റിയൽമി ബഡ്സ് T200 ലൈറ്റ് അല്ലെങ്കിൽ എക്സ്, കൂടാതെ ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി 2000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T310, അതേപോലെ തന്നെ നിർവാണ അയോൺ ANC പ്രോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കൂടാതെ CMF ബൈ നത്തിങ് ബഡ്സ് 2A. പിന്നെ 1500 വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നിർവാണ അയോൺ, അതും 1500 നല്ലതാണ് കേട്ടോ. ബേസ് ലെവറാണ് നിങ്ങളെങ്കിൽ. കൂടാതെ 2500 രൂപയ്ക്കുള്ളിലാണെങ്കിൽ CMF ബൈ നത്തിങ് ബഡ്സ് 2 നല്ലൊരു ഓപ്ഷനാണ്. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കൂടാതെ 3000 രൂപയ്ക്കുള്ളിൽ നമ്മുടെ റിയൽമിയുടെ ബഡ്സ് T500 പ്രോ ഉണ്ട്, അതേപോലെ തന്നെ ബഡ്സ് S7 ഉണ്ട്. കൂടാതെ നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് 2+ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ 2+ മേടിക്കുന്നതിനേക്കാളും, അതായത് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചാണ്, CMF തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വില കുറച്ചിട്ട് നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് 2 മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വരാൻ പോകുന്ന സാസാലയിലെ ഓഫർ സെയിലിൽ ഞാനൊരു ബഡ് മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കുള്ളിൽ മേടിച്ചാലായിരിക്കും അത് വർത്ത് ബൈങ് ആകുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.